ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പൂരനഗരിയിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് പൂരനഗരിയിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. പൂരനഗരിയെ വർണ്ണാഭമാക്കാൻ വഴിയോര കാഴ്ചകളും കച്ചവടങ്ങളും അതിമനോഹരമായി ഒരുക്കിയിരിക്കുന്നു. പൂരം പോലെ തന്നെ പ്രാധാന്യമാണ് പൂരപ്പറമ്പും. കാഴ്ചകളുടെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് പൂരം കാണാൻ വേണ്ടി എത്തുന്നത്. പകൽപ്പൂരവും രാത്രിപൂരവും ഉണ്ട്. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട പൂരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു പൂരമാണ് കേട്ടോ. 11 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരമാണ് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലേത്. ഈ പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല, അടുത്തുള്ള ജില്ലകളിൽ നിന്ന് വരെ ആളുകൾ എത്താറുണ്ട്. അത്രയും തിരക്കാണ് ഓരോ ദിവസവും അനുഭവപ്പെടാറ്. ഇതിപ്പോൾ രാവിലെ അത്രയും നേരത്തെ 8 മണിയായിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്നും ജനങ്ങളധികം കാണാൻ കഴിയാത്തത്. 9 മണിക്ക് ശേഷമാണ് പൂരം കൊട്ടിയിറങ്ങുന്നത്. അപ്പോഴേക്കും ജനങ്ങളുടെ ഭയങ്കര തിരക്കായിരിക്കും. കൊട്ടിയിറക്കം കാണാനും കൊട്ടിക്കയറ്റം കാണാനും അധികം ആളുകളും എത്താറുണ്ട്. എല്ലാ ദിവസവും 3 ആനകളെ എഴുന്നള്ളിക്കാറുണ്ട്. പൂരം കൊട്ടിയിറങ്ങി ആറാട്ടോടു കൂടി തിരിച്ച് കൊട്ടിക്കയറുന്ന ഒരു അതിമനോഹരമായ ഒരു ചടങ്ങാണ് നമുക്ക് രാവിലെ കാണാൻ കഴിയുക. ഈ 11 ദിവസങ്ങളിലും പൂരച്ചടങ്ങുകൾക്കൊപ്പം തന്നെ കലാപരിപാടികളും ആഘോഷിക്കാറുണ്ട്. ദേവസ്വത്തിൻ്റെ തന്നെ ഹാളിൽ എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട്. പൂരം കൊട്ടിയിറങ്ങുന്നതിന് മുമ്പ് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. കൊട്ടിയിറങ്ങിയാൽ പിന്നെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയല്ലേ, അപ്പോൾ ക്ഷേത്രത്തിനകത്ത് തൊഴാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ എത്തിയത്. അപ്പോൾ നമ്മൾ നടപ്പന്തലിലേക്ക് കയറി. ഇതാണ് ക്ഷേത്രത്തിൻ്റെ നടപ്പന്തൽ. പ്രധാന റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ട് പോകണം. അമ്പലത്തിൻ്റെ അടുക്ക് എത്താൻ കുറച്ച് ഉയരത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം അമ്പലത്തിൻ്റെ തിരുനടയിലേക്ക് എത്താൻ. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും പൂരം തൊഴാൻ വന്നിരിക്കുന്നത്. ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തിട്ട് വേണം അമ്പല മുറ്റത്തേക്ക് കയറാൻ. അപ്പോൾ ചെരുപ്പ് സൂക്ഷിക്കാൻ കൊടുക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ മുറ്റത്തെത്തി. ഇനി അമ്പലത്തിൽ തൊഴുത് പ്രദക്ഷിണം വെച്ച് വരട്ടെ. എഴുന്നള്ളിപ്പിന് വേണ്ടി 2 ആനകളെ ക്ഷേത്രമുറ്റത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരാനയും കൂടെ ഉണ്ട്. 3 ആനകളെയാണ് എഴുന്നള്ളിക്കുന്നത്. ഈ ഒരു ആനയുടെ ചെവിയും തുമ്പിക്കൈയും ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവൻ ആനപ്രേമികളുടെ പ്രിയങ്കരനാണ്. ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതു, പ്രദക്ഷിണം വെച്ചു. നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊട്ടിയിറക്കം ആവാനായിട്ടുണ്ട്. നല്ല തിരക്കും തുടങ്ങിയിട്ടുണ്ട്. കുറേ പേര് തൊഴാനൊക്കെ വരി നിൽക്കണം. അതൊക്കെ പേരിന് അപ്പോൾ തിരക്ക് തോന്നിക്കാതിരുന്നത്. ഇപ്പോൾ കൊട്ടിയിറങ്ങാനായതുകൊണ്ട് അമ്പലത്തിൽ ഇനി ആരെയും പ്രവേശിപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിരക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വഴിപാട് ചീട്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രസാദം മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, പ്രസാദത്തിന് വേണ്ടിയിട്ട് വരി നിൽക്കാൻ പോവുകയാണ്. ഇപ്പോൾ പ്രസാദം കിട്ടി. കുറി തൊടട്ടെ. ഇവിടെ കുങ്കുമക്കുറിയാണ് കേട്ടോ പ്രസാദമായിട്ട്. ഭഗവതീൻ്റെ അമ്പലമല്ലേ, അപ്പോൾ കുങ്കുമമാണ് പ്രസാദം.
വിലയിരുത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.
പൂരം കൊട്ടിയിറങ്ങിയിട്ടുണ്ട്. ഇനി ഭഗവതിക്ക് ആറാട്ടാണ്. ഇത് ആറാട്ട് കടവാണ്. ഇവിടെയാണ് ഭഗവതിയുടെ ആറാട്ട്. ഇത് കഴിഞ്ഞ് ഇവിടെ പഞ്ചവാദ്യത്തോട് കൂടിയിട്ടുള്ള ആറാട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് പൂരം കൊട്ടിക്കയറൽ. അപ്പോൾ ആറാട്ട് കടവിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. ഭഗവതിക്ക് പഞ്ചവാദ്യത്തോടു കൂടെയുള്ള ആറാട്ടാണ് ഇവിടെ നടക്കുന്നത്. ഇനി പൂരപ്പറമ്പിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഒരുപാട് കച്ചവടക്കാരും ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. ഭരണികളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. അടിപൊളി സംഭവങ്ങളാണ് കാണാനുള്ളതൊക്കെ. ഒരുപാട് സ്റ്റാളുകൾ ഒരുങ്ങിയിട്ടുണ്ട്. ഫാൻസി ഐറ്റംസും പലഹാരങ്ങളും കുങ്കുമം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ആൾക്കാർ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. സ്നാക്സും ജ്യൂസും വെറൈറ്റി ജ്യൂസൊക്കെ കിട്ടുന്ന സംഭവങ്ങളുണ്ട്. നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ടെങ്കിലും പൂരപ്പറമ്പിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. 1-2 സാധനങ്ങളൊക്കെ ഞാനും പർച്ചേസ് ചെയ്തു. അങ്ങനെ പൂരം കണ്ട് ഞങ്ങൾ തിരിച്ചു പോരാൻ തുടങ്ങുകയാണ്. ബോംബെ ഡിസൈൻസ് കമ്മലുകളുടെ സ്റ്റാളാണ് കേട്ടോ. അടിപൊളി കമ്മലുകൾ ധാരാളം. കമ്മലൊന്നും മേടിച്ചില്ല. മറ്റൊരു വീഡിയോയിൽ